പോരാട്ടങ്ങളുടെ മുൻപിൽ നമ്മെ ജയാളികളാക്കുന്നത് ദൈവത്തിൻ്റെ കൃപയിലുള്ള ആശ്രയത്തിലാണ്. ദൈവമാണ് നമ്മെ ശക്തരാക്കുന്നത്. ദൈവത്തിലുള്ള ആശ്രയം നമുക്കില്ല എങ്കിൽ നമ്മുടെ മുൻപിൽ വരുന്നതായ പ്രതിസന്ധികളെയും പ്രതിഘട്ടങ്ങളെയും നമുക്ക് ജയിക്കാൻ സാധിക്കില്ല. ജയത്തെ കരസ്ഥമാക്കുവാൻ അവകാശപ്പെടുവാൻ നമ്മളാൽ യാതൊരു കഴിവും ഇല്ലാത്തവരാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ലൊരു പ്രഭാതം കർത്താവ് നമുക്ക് ദാനമായി തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഫെലിസ്ത്യർ ഇതാ വരുന്നു. ഈ ശബ്ദം നൂറ്റാണ്ടുകളായി ഇസ്രായേൽ ജനത്തെ ഭയപ്പെടുത്തുന്ന ശബ്ദമാണ്. ഫെലിസ്ത്യർ വരുന്നു എന്ന് കേട്ടാൽ ഉടനെ അവിടെ വലിയ കോളിളക്കം, നിലവിളികളും ആരവാരങ്ങളും ഉയരും. ഫെലിസ്ത്യരുടെ മുൻപിൽ ഭയന്ന് നിലവിളിച്ചു കൊണ്ടിരുന്നതായ ഒരു കൂട്ടം ഇസ്രായേൽ ജനം ഉണ്ടായിരുന്നു. ആ ഫെലിസ്ത്യർ ആരാണ് ഈ ഫെലിസ്ത്യർ? അക്ഷരീകമായി നോക്കുമ്പോൾ മെഡിറ്ററേനിയൻ തീരങ്ങളിൽ കടലിനോടുള്ളതായ കൂടുതൽ സഖ്യത്തിൽ പാർത്തിരുന്നതായ അധികായകന്മാരായ ഒരു കൂട്ടം വംശമാണ് ഫെലിസ്ത്യർ എന്ന് വിളിക്കുന്നത്. പല ജാതികളിൽ നിന്നുമുള്ളതായ ഭീകരത്വ സ്വഭാവമുള്ളവർ, അവരോടൊപ്പം കൂടി അവർ അധികായകന്മാരാണ്. അവരെ ജയിക്കുവാൻ അത്ര എളുപ്പമല്ല. നൂറ്റുകണക്കിന് ആയിരക്കണക്കിന് ഇരുമ്പായുധങ്ങൾ, ഇരുമ്പ് രഥങ്ങൾ, വാളുകളും കുന്തങ്ങളും ഇരുമ്പും കൊണ്ട് എന്തെല്ലാം ആയുധങ്ങൾ ഉണ്ടാക്കാമോ അതിൻ്റെ സമ്പുഷ്ടമായിട്ടുള്ള ഒരായുധ ശേഖരം കൈവശം വെച്ചുകൊണ്ട് ശാരീരികമായി ആരാലും തോൽപ്പിക്കാൻ കഴിയാത്തതായ അത്ര കായകന്മാരായ 9 അടി 8 അടി ഉയരമൊക്കെയുള്ള മനുഷ്യരാണ് അവർ അന്നത്തെ കാലത്ത്. അതിലൊരുത്തനെയാണ് ഒരു ചെറിയ മനുഷ്യനായ ദാവീദ് തോൽപ്പിച്ചത്. നമുക്ക് ചരിത്രം അറിയാം, ഗോലിയാത്തിനെ. എന്നാൽ ഇപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഒരു ശബ്ദം കേൾപ്പിച്ച് ചില കാര്യങ്ങൾ നമ്മോട് ചോദിക്കുവാൻ, നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കുവാൻ ഒരു ചെറിയ ടെസ്റ്റിംഗ് പോയിന്റ് തരികയാണ്. ശ്രദ്ധ വെച്ച് കേൾക്കുമെങ്കിൽ ഒരുപക്ഷെങ്കിൽ നിങ്ങളുടെ പരിശോധനയിൽ നിങ്ങൾക്ക് നിലനിൽക്കുവാനുള്ള ദൈവത്തിൻ്റെ കൃപ നിങ്ങളിൽ വ്യാപരിക്കും. ഒരു ജയത്തിൻ്റെയും വിജയത്തിൻ്റെയും ഘോഷം നിന്റെ ഭവനത്തിൽ മുഴങ്ങുന്നതിനിടയായിത്തീരും. ഫെലിസ്ത്യർ എന്ന് പറയുന്നത് ഒരു സാധാരണ വംശീയ വാക്കല്ല. വേദപുസ്തകത്തിന് പ്രകാരം ഒരു വംശത്തെയോ രാഷ്ട്രത്തെയോ ഒരു സമൂഹത്തെയോ എടുത്തു കാണിക്കുന്ന ഒരു വാക്കല്ല. അതൊരു ശക്തി കേന്ദ്രമാണ്. ദൈവജനത്തിന് വിരോധമായി പ്രവർത്തിക്കുന്ന ഒരു ശക്തി കേന്ദ്രം. പ്രൈസ് ദി ലോർഡ്. അവർക്ക് ചില ആകായ ശക്തികളുണ്ട്, ശക്തി കേന്ദ്രങ്ങളുണ്ട്, ബുദ്ധി കേന്ദ്രങ്ങളുണ്ട്. വാഗ്ദത്ത നാട്ടിൽ ദൈവത്തിൻ്റെ ജനം നന്മകളെ അനുഭവിക്കുവാൻ വിടാതെ നിരന്തരമായി പോരാടിക്കൊണ്ട് അവരുടെ മുൻപിൽ എന്നും കുന്നും തല ഉയർത്തി നിൽക്കുന്ന ഒരു വലിയ ശത്രുഗണമാണ് ഫെലിസ്ത്യർ. എന്നാൽ നാം ചരിത്രം ശമൂവേലിൻ്റെ പുസ്തകത്തിൽ, ന്യായാധിപന്മാരുടെ പുസ്തകത്തിലൊക്കെ വായിച്ചു നോക്കുമ്പോൾ ഫെലിസ്ത്യരെ കൊണ്ട് ഇസ്രായേൽ ജനം ബുദ്ധിമുട്ടി. ഫെലിസ്ത്യർ ഇതാ വരുന്നുവെന്ന് കേൾക്കുമ്പോൾ നിലവിളി ഉയരും. അവരെന്തെല്ലാം ചെയ്യാൻ പോകുന്നു, എത്രായിരം ജനങ്ങളെ കൊല ചെയ്യുവാൻ പോകുന്നു. മുറവിളി തന്നെ മുറവിളി. ഈ ഫെലിസ്ത്യരോട് പോരാടുവാൻ ദൈവം കാലാകാലങ്ങളിൽ ചില ശക്തി കേന്ദ്രങ്ങളെ ഇസ്രായേലിലും എഴുന്നേൽപ്പിച്ചു. അവർ ദൈവത്തിൽ ആശ്രയിക്കുന്നവരായി തീരണം, ദൈവകൃപയിൽ നിലനിൽക്കുന്നവരായി തീരണമെന്ന് ദൈവത്തിന് നിർബന്ധമുണ്ടായിരുന്നു. അവർ പോകുന്നിടത്തൊക്കെയും അവരോടുകൂടെ ദൈവത്തിൻ്റെ കൃപ അവരെ പിന്തുടർന്നു. കാരണം ദൈവജനത്തിന് വിരോധമായി എഴുന്നേറ്റ് നിൽക്കുന്ന, ഭീഷണിയായി എഴുന്നേറ്റ് നിൽക്കുന്ന ഈ ഫെലിസ്ത്യരോട് പോരാടുവാൻ ദൈവജനത്തെ സജ്ജമാക്കുക. ഈ ഫെലിസ്ത്യ വംശം നമ്മുടെ ഇടയിലും ഇപ്പോഴും പോരാടുന്നുണ്ട്. അത് നമ്മെ തളർത്തുന്ന ഒരു ഭയമായി നമ്മോട് പോരാടുന്ന ഒരു ശക്തിയാകാം, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങളെ തകർക്കുന്ന പരാജയങ്ങൾ സമ്മാനിക്കുന്ന ഒരു സംഭവമാകാം. ഇല്ലായെങ്കിൽ നമ്മൾ സമാധാനം കെടുത്തുന്ന രോഗങ്ങളോ സാമ്പത്തിക പ്രതിസന്ധികളോ, നമ്മൾ തുടങ്ങി വയ്ക്കുന്നതൊന്നും സഫലമാകാതെ നമ്മെ നിരന്തരം മാനസികമായി പീഡിപ്പിച്ച് തളർത്തുന്ന
ചില ശക്തികളാകാം, ഇല്ലായെങ്കിൽ നമ്മുടെ വിശ്വാസത്തിനെതിരായി പോരാടുന്ന ചില ശക്തിയാകാം. ഇങ്ങനെ പല രീതിയിലാണ് ഈ ഫെലിസ്ത്യർ എന്ന ഒരു സംഭവം നമ്മുടെ ഇടയിൽ ശത്രുവിൻ്റെ വേഷമണിഞ്ഞുകൊണ്ട് നമ്മോട് പോരാടുന്നത്. നമ്മോട് മാത്രമല്ല, ലോകത്തിൽ മുഴുവനും ദൈവത്തിൽ ആശ്രയിക്കുന്ന ജനങ്ങളോട് മുഴുവനും പോരാടുന്ന ഒരു സംഭവമാണ് ഫെലിസ്ത്യ എന്ന ഒരു വാക്കിൻ്റെ അർത്ഥം. ദാവീദ് ഈ ഫെലിസ്ത്യനായ ആ ഗോലിയാത്തിനോട് ചോദിക്കുന്നതായ ഒരു ചോദ്യമുണ്ട്. ജീവനുള്ള ദൈവത്തിൻ്റെ സൈന്യങ്ങളെ നിന്ദിക്കുവാൻ ലജ്ജിക്കാതെ ആ ദൈവത്തിൻ്റെ ജനത്തെ നിന്ദിക്കുവാനും അപമാനപ്പെടുത്തുവാനും അവരെ ക്ഷീണിപ്പിക്കുവാനും അഗ്രശർമ്മിയായ ഒരു ഫെലിസ്ത്യന് എങ്ങനെ ധൈര്യം കിട്ടി? അവനാർ ജീവനുള്ള ദൈവത്തിൻ്റെ ശക്തിയെ ഫെലിസ്ത്യരുടെ ശക്തിയെക്കാട്ടിലും വലിയ ശക്തിയായി ദാവീദ് കണ്ടു. ആളിൽ ചെറുതാണെങ്കിലും ഫെലിസ്ത്യരുടെ മുൻപിൽ വെറും വിട്ടിലുകളെ പോലെ ജനത്തിന് തോന്നിയിരുന്നാലും ശരി, അവർ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ അവർ ശക്തിമാന്മാരാകും. ഫെലിസ്ത്യർക്ക് കണ്ടുപിടിക്കുവാൻ കഴിയാത്തതായ വലിയൊരു ശക്തി കേന്ദ്രം ദൈവജനത്തിൻ്റെ ഇടയിൽ അവിടെവിടായി കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഫെലിസ്ത്യർ മനസ്സിലാക്കി. അതിലൊരു വ്യക്തിയായിരുന്നു സിംസോൻ. നമുക്കറിയാം സിംസോന്റെ കാര്യം. സിംസോനിൽ വ്യാപരിച്ചിരുന്നതായ ശക്തിയെക്കുറിച്ച് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 16-ാം അധ്യായം നമ്മൾ വിശദമായി വായിച്ചു നോക്കുമ്പോൾ അവൻ എത്രമാത്രം ശക്തി ദൈവത്തിൻ്റെ ആത്മാവ് അവനിൽ വ്യാപരിച്ചിരുന്നു. അതിശയമാ കേൾക്കുന്നതൊക്കെ. ഇങ്ങനെയും ഒരു മനുഷ്യന്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് പ്രവർത്തിക്കുമോ? ചില ക്ഷേത്രങ്ങളൊക്കെ മൂടോടെ പിഴുതുകൊണ്ടുപോയി വെള്ളത്തിലെറിഞ്ഞ് കുളത്തിലെറിഞ്ഞ് കളയുക. അവനെ ഏത് പുതിയ കയറുകൊണ്ട് ബന്ധിച്ചിരുന്നാലും ശരി, അതിനെയെല്ലാം പെട്ടെന്ന് തീ കൊണ്ട് വെന്തു പോകുന്ന ചരട് പോലെ അതിനെ മുറിച്ചു കളഞ്ഞുകൊണ്ട് ശക്തിമാനായി എഴുന്നേൽക്കുക. ആരാലും തോൽപ്പിക്കാൻ കഴിയാത്തൊരു യോദ്ധാവ്. ആയിരങ്ങളെ 10,000-ങ്ങളെ കൊന്നൊടുക്കുവാൻ, ഫെലിസ്ത്യ വംശത്തെ മുഴുവനും തകർത്ത് കളയുവാൻ ശക്തിയോടെ പോരാടിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ, ദൈവത്തിൻ്റെ മനുഷ്യൻ സിംസോൻ. ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേലുണ്ടായിരുന്നു. ഒരു ദിവസം ഫെലിസ്ത്യ പ്രഭുക്കന്മാർ കൂടി ഇവനെ എങ്ങനെയെങ്കിലും ബന്ധിക്കണമെന്ന് തീരുമാനിച്ചു. ഇവനെ കീഴടക്കണമെന്ന്. ഇവനെ തീർത്തില്ല എങ്കിൽ ഫെലിസ്ത്യ വംശം തകർന്നു പോകും, ഭൂമിയിൽ ഫെലിസ്ത്യ വംശം ഉണ്ടാകില്ല എന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ സിംസോനെ പിടികൂടുവാൻ വേണ്ടി കേവലം ഒരു സ്ത്രീയെ അവർ പറഞ്ഞൊപ്പിച്ചു. വലിയ ഒരു കൈക്കൂലിക്ക് വാഗ്ദാനമൊക്കെ കൊടുത്തുകൊണ്ട്. ചരിത്രമൊക്കെ 16-ാം ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. അങ്ങനെ ദലീല എന്ന് പറയുന്നതായ സ്ത്രീ സിംസോനോട് ചോദിക്കുകയാണ്, നിന്റെ ശക്തി എവിടെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്? നിന്നിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് നിനക്ക് ശക്തി പകരുന്ന രഹസ്യം എന്താണ്? നിന്നെ എന്ത് ചെയ്താൽ നിന്നെ ക്ഷീണിതനാക്കാം? അവളോടുള്ള സ്നേഹം നിമിത്തം ഓരോരോ ഉപാധികൾ പറഞ്ഞ് പല വഴികൾ അവൾക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവളോട് പറയുന്നതായ വഴികളെയൊക്കെ അവൾ ഓരോന്നായി ചെയ്തതിന് ശേഷം വാസ്തവമായി അവൻ പറഞ്ഞത് ശരിയാണോ അല്ലയോ എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി അവൾ ഉപയോഗിച്ചതായ ഒരു വാക്കാണ് ഫെലിസ്ത്യർ ഇതാ വരുന്നു. അവനെ കെട്ടിയിട്ടതിന് ശേഷം അവൾ പറയുന്ന വാക്കാണ് ഫെലിസ്ത്യർ ഇതാ വരുന്നു. ഈ വാക്ക് കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ കടന്നു വരുന്ന ഒരു വലിയൊരു സംഭവം അവൾക്ക് കണ്ട് ഭയപ്പെട്ടു പോയി. വീണ്ടും പല പരീക്ഷണങ്ങൾ അവൾ നടത്തിയതിന് ശേഷം വാസ്തവമായി അവൻ ശക്തനായിരിക്കുന്നുവോ, ദൈവത്തിൻ്റെ ആത്മാവ് അവനിൽ നിന്ന് വിട്ടുപോയോ എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി വീണ്ടും അവൾ പറയും ഫെലിസ്ത്യർ ഇതാ വരുന്നു. ഭയപ്പെടുത്തുന്ന വാക്ക്. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുന്നതായ ഒരു വാക്ക്, നീ വാസ്തവമായി ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞു നിൽക്കുന്നു, ശത്രുവിൻ്റെ മുൻപിൽ നിനക്ക് ജയിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് നിന്നെ തന്നെ പരീക്ഷിക്കുവാൻ നീ സ്വയം ചോദിക്കേണ്ട ചോദ്യം ഫെലിസ്ത്യർ ഇതാ വരുന്നു. പ്രൈസ് ദി ലോർഡ്. മറ്റാരും നിന്നോട് പറയണ്ട, നീ തന്നെ നിന്നോടൊന്ന് പറയൂ, ഫെലിസ്ത്യർ ഇതാ വരുന്നു. അങ്ങനെ ഒരു വാക്ക് നിന്റെ അന്തരാത്മാവിൽ മുഴങ്ങുമ്പോൾ നീ ദൈവത്തിൽ ആശ്രയിക്കുവാൻ നിനക്ക് ശക്തി ഉണ്ടെങ്കിൽ, ബലമുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവ് നിന്നിൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ നിന്നിൽ ദൈവത്തിൻ്റെ കൃപയുണ്ട്.
നീ വിശ്വാസത്തിൽ നിൽക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും അപ്പോസ്തലനായ പൗലോസ് സഭയോട് പറയുന്നത് പോലെ നിങ്ങൾ വിശ്വാസത്തിൽ നിൽക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. നമ്മെ തന്നെ ദൈവകൃപ നമ്മളിൽ വ്യാപരിക്കുന്നുണ്ടോ? ശത്രുവിനോട് പോരാടുവാൻ നമുക്ക് ബലമുണ്ടോ? ശത്രുവിന് മുൻപിൽ ജയത്തെ ഘോഷിക്കുവാൻ, അവകാശപ്പെടുവാൻ നമ്മളാൽ സാധിക്കുമോ എന്ന് നമ്മളെ തന്നെ പരീക്ഷിക്കേണ്ടതിന് നാം നമ്മോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, ഫെലിസ്ത്യർ ഇതാ വരുന്നു. അത് കേൾക്കുമ്പോൾ നീ ഭയപ്പെടുന്നുണ്ടെങ്കിൽ, നിനക്ക് തന്നെ നീ ഫെലിസ്ത്യരുടെ മുൻപിൽ ചെറുതായി തോന്നുന്നുണ്ടെങ്കിൽ, നിന്നിൽ നിന്ന് ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെട്ടു പോയി. നിന്നിൽ ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കുന്നില്ല. ഇല്ല, നിന്നിൽ വാസ്തവമായി ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കുന്നുണ്ടോ? നിനക്ക് ജയം അവകാശപ്പെടുവാനുള്ള യോഗ്യത നിനക്കുണ്ടെങ്കിൽ, പല രൂപത്തിലും പല ഭാവത്തിലും നിന്റെ മേലും നിന്റെ കുടുംബത്തിന്മേലും കുഞ്ഞുങ്ങളിന്മേലും വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ഈ അന്ധകാര ശക്തിയിൽ നിന്നുള്ളതായ ഒരു വിടുതൽ, വാസ്തവമായ ഒരു വിടുതൽ, നീ ബന്ധനത്തിൽ നിനക്ക് കിട്ടുവാനുള്ളതായ ഒരു സ്വാതന്ത്ര്യം നിനക്ക് അവകാശപ്പെടാൻ കഴിയണമെങ്കിൽ, ഫെലിസ്ത്യർ വരുന്നു എന്ന ശബ്ദത്തിന് മുൻപിൽ പതറുന്ന ഒരു ഹൃദയമാകരുത്. ശക്തി വ്യാപരിക്കുന്ന ഒരു ഹൃദയം നിനക്കുണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിൽ ജയത്തിൻ്റെ ഘോഷത്തെ മുഴക്കുവാൻ ആ ഒരു ശക്തി കാരണമാകും. നിന്റെ കുഞ്ഞുങ്ങളിൽ ജയം അവകാശപ്പെടുവാൻ ആ ഒരു ശക്തി കാരണമാകും. എന്നാലും വീണ്ടും വീണ്ടും ഒരു പ്രാവശ്യം നീ ശക്തി പ്രാപിച്ചിരുന്നാലും, ജയത്തെ അവകാശപ്പെട്ടിരുന്നാലും ശരി, അടുത്ത നിമിഷം വീണ്ടും നിന്റെ കാതുകളിൽ മുഴങ്ങും, നിന്റെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ മുഴങ്ങും, ഫെലിസ്ത്യർ വരുന്നു. നിന്റെ ഭാര്യ കേൾക്കും ആ ശബ്ദം, നിന്റെ ഭർത്താവ് കേൾക്കും, മാതാപിതാക്കൾ കേൾക്കും, കുഞ്ഞുങ്ങൾ കേൾക്കും. എന്നാൽ അവരിലൊക്കെയും ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നുണ്ടെങ്കിൽ, അവർ ശക്തി പ്രാപിച്ചും കൊണ്ട് ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങളെ, കയറുകളെ, അഗ്നിയാൽ ക്ഷയിച്ചു പോകുന്ന അല്ലെങ്കിൽ ചുട്ടുപോകുന്ന, വെന്തുപോകുന്ന കയറുകൾ വെറും നാരുകൾ പോലെ അതിനെയെല്ലാം തൂത്തെറിഞ്ഞുകൊണ്ട് നിന്നിൽ ശക്തി വ്യാപരിച്ചുകൊണ്ട് ആ ഫെലിസ്ത്യ വംശത്തെ അവരുടെ മേൽ യുദ്ധം ചെയ്ത്, അവരോട് യുദ്ധം ചെയ്ത് നിനക്കെതിരായി പോരാടുന്ന ശക്തിയിന്മേൽ ജയഘോഷം കൊള്ളുവാൻ നിനക്ക് സാധിക്കും. ഇല്ലെങ്കിൽ നീ ആ വാക്കിൻ്റെ മുൻപിൽ പതറും. നിന്റെ വീട്ടിൽ മറുപടി ഉണ്ടാകും. ഫെലിസ്ത്യർ വരുന്നു എന്ന് കേൾക്കുമ്പോൾ വീട്ടിൽ കരച്ചിലുണ്ടാകും. കാരണം നിങ്ങൾ നാശത്തെ മുൻകാണുന്നു. നിങ്ങളെ തന്നെ നിങ്ങൾ ചെറുതായി കാണുന്നു. നിങ്ങളെ തന്നെ നിങ്ങൾ ശക്തിയില്ലാത്തവരായി കാണുന്നു. ഫെലിസ്ത്യൻ്റെ ആഹായ വടിവ് നിന്റെ മുൻപിൽ പ്രതിബിംബം പോലെ നിന്നെ ഭയപ്പെടുത്തുന്ന ഒരു ഭയമായി നിന്നിൽ വ്യാപരിക്കുന്നു. നിന്റെ കുഞ്ഞുങ്ങളിൽ അത് പല ഉപായത്തിൽ കൂടെ അത് കടന്നു വരുന്നു. മയക്കുമരുന്നിൻ്റെയും അനേക അനുസരണക്കേടിൻ്റെയും വഴിവിട്ട ജീവിതങ്ങളുടെയും ദൈവത്തെ നിന്ദിക്കുന്ന, അപമാനിക്കുന്ന, പരിഹസിക്കുന്ന അനേക വാക്കുകൾക്കും അവർ ഭാത്രീഭൂതരായി, വഴിപ്പെട്ടവരായി ഫെലിസ്ത്യരോട് ചേരുന്ന ഒരു ചേരുവ. അതിൽ നിന്നും നിനക്ക് വിടുതൽ ലഭിക്കുവാൻ, നിന്റെ കുഞ്ഞുങ്ങൾക്ക്, നിന്റെ സന്തതികൾക്ക്, തലമുറകൾക്ക് വിടുതൽ ലഭിക്കണമെങ്കിൽ ഈ ഒരു വാക്ക്, ആ വാക്കിന് മുൻപിൽ നീ പതറരുത്. ദിവസവും നിന്റെ ഭവനത്തിൽ ഈ വാക്കുകളൊന്ന് മുഴക്കി നോക്കണം. ഫെലിസ്ത്യർ ഇതാ വരുന്നു. അത് കേൾക്കുമ്പോൾ ഭയപ്പെടാത്തൊരു ഹൃദയത്തിലേക്ക് ഒരു ദിവസം കൊണ്ടല്ല, ഓരോ ദിവസവും കൃപമേൽ കൃപ പ്രാപിച്ചും കൊണ്ട് ഈ ശബ്ദത്തിൻ്റെ മുൻപിൽ നാം ജയം പ്രാപിച്ചില്ല എങ്കിൽ വരും നാളുകളിൽ ഈ ശബ്ദം നമ്മെ വിഴുങ്ങും. നമ്മുടെ തലമുറകളെ വിഴുങ്ങും, നമ്മുടെ കുടുംബത്തെ വിഴുങ്ങും, നമ്മുടെ ഐക്യത്തെ വിഴുങ്ങും, നമ്മുടെ സ്നേഹത്തെ വിഴുങ്ങും, ആരാധനയെ വിഴുങ്ങും, ദൈവഭയത്തെ വിഴുങ്ങും, ദൈവത്തോടുള്ളതായ ഭക്തിയെ വിഴുങ്ങും, വിശ്വാസത്തെ വിഴുങ്ങും, നമ്മുടെ പ്രത്യാശയെ വിഴുങ്ങിക്കളയും. ഏത് ശബ്ദമാണെന്നറിയാം? ഫെലിസ്ത്യർ വരുന്നു. ആരെ വിഴുങ്ങേണ്ടു, ആരെയാണ് കീഴ്പ്പെടുത്തേണ്ടത് എന്നറിയാതെ അവൻ പലരുടെ മേലും ദൃഷ്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുന്നത്, ഫെലിസ്ത്യർ ഇതാ വരുന്നു എന്ന വാക്ക് അതൊരു കേവലം ഒരു ചരിത്ര വാക്കല്ല, അല്ലെങ്കിൽ ഒരു ജാതിയെയോ ഒരു വംശത്തെയോ എടുത്തു കാണിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കല്ല. ദൈവത്തിൻ്റെ ജനത്തിന് വിരോധമായി പോരാടുന്ന ചില ദുഷ്ടാത്മശക്തികളുടെ കേന്ദ്രത്തെ സൂചിപ്പിക്കുന്നവരുടെ വരവിനെ സൂചിപ്പിക്കുന്ന മുന്നറിയിപ്പുകളാണ്, ഭീഷണികളാണ്. അതിന്മേൽ ജയം കൊള്ളുവാൻ ദൈവത്തിൻ്റെ കൃപയിൽ ശക്തിപ്പെട്ട്, ബലപ്പെട്ട്, അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്താതെ ചൈതന്യം പ്രാപിച്ചവരായി, നിലനിൽക്കുന്നവരായി കാണപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.
God bless you.